നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാതാളത്തോളം നാണക്കേടിലാഴ്ത്തിയ പാർലത്തെ അസാധു വോട്ട് വിവാദത്തിൽ നടപടിയുമായി കോൺഗ്രസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ 3-ാം വാർഡംഗം ബിന്ദു ടീച്ചറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 141-ാം ജന്മദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈർക്കിലുകളാൽ ചേർത്തൊരുക്കിയ ചേർപ്പ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിൽ മാതൃക വിസ്മയമാകുന്നു. വാർത്തകൾ വിശദമായി. പാതാളത്തോളം നാണക്കേടിലാഴ്ത്തിയ പാർലത്തെ അസാധു വോട്ട് വിവാദത്തിൽ നടപടിയുമായി കോൺഗ്രസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ 3-ാം വാർഡംഗം ബിന്ദു ടീച്ചറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടും പടിക്കൽ കലമുടിച്ച അവസ്ഥയിലാണ് പാറളത്തെ കോൺഗ്രസ്. പതിറ്റാണ്ടുകൾ നീണ്ട LDF ഭരണത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. പ്രതീക്ഷ തെറ്റിക്കാതെ 6 അംഗങ്ങളെ നേടി അതേ അംഗബലത്തിൽ NDAയും എത്തിയത് മറ്റൊരു പ്രതിസന്ധി. NDA അധികാരത്തിൽ വരാതിരിക്കാൻ LDFന്റെ പിന്തുണ കോൺഗ്രസ് തേടിയെങ്കിലും ലഭിച്ചില്ല. ഇതോടെ നറുക്കെടുപ്പെന്ന ഭാഗ്യപരീക്ഷണം മാത്രമായിരുന്നു കോൺഗ്രസിനുള്ള അവസാന പിടിവള്ളി. ഈ സാഹചര്യം നിലനിൽക്കെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 3-ാം വാർഡംഗമായ ബിന്ദു ടീച്ചറുടെ വോട്ട് അസാധുവാകുന്നതും NDA അധികാരത്തിലെത്തുന്നതും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 3-ാം വാർഡംഗം വോട്ട് ചെയ്തപ്പോൾ ഗുണന ചിഹ്നത്തിന് പകരം ടിക്ക് മാർക്ക് ഇടുകയും പേരും ഒപ്പുമില്ലാതെ ബാലറ്റ് പേപ്പർ പെട്ടിയിൽ നിക്ഷേപിച്ചെന്നാണ് പറയുന്നത്. ഇവർ തന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് തെറ്റുപറ്റാതെ വോട്ട് രേഖപ്പെടുത്തിയെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നാണ് ആരോപണം. വോട്ട് അസാധുവാക്കിയ 3-ാം വാർഡ് അംഗത്തിന് നേരത്തെ പ്രസിഡന്റ് പദവി പ്രാദേശിക നേതാക്കൾ വാഗ്ദാനം ചെയ്തതായാണ് പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു വനിതാ നേതാവിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് 3-ാം വാർഡ് അംഗത്തെ അസ്വസ്ഥയാക്കുകയും അത് അസാധു വോട്ടിൽ കലാശിക്കുകയുമായിരുന്നുവെന്നാണ് ആക്ഷേപം. വോട്ട് അസാധുവാക്കിയ സംഭവത്തിൽ അന്വേഷണ വിധേയമായാണ് 3-ാം വാർഡംഗം ബിന്ദു ടീച്ചറെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും സസ്പെൻഷൻ നടപടിയിൽ ഇവരുടെ വിശദീകരണം എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റാൻ വീണ്ടും 5 വർഷത്തെ കാത്തിരിപ്പ് ബാക്കിയാകുന്നു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 141-ാം ജന്മദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീല ഹരിദാസ്, ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, പഞ്ചായത്ത് അംഗം KR സിദ്ധാർത്ഥൻ, M. സുജിത് കുമാർ, ക്രിസ്റ്റീന, വിദ്യ രമേശ്, എൽബിയ ദേവസി, ജയശ്രീ ഷാജൻ, ബീന ഉണ്ണികൃഷ്ണൻ, അബൂബക്കർ, IA വിൽസൺ എന്നിവർ സംസാരിച്ചു. ഈർക്കിലുകളാൽ ചേർത്തൊരുക്കിയ ചേർപ്പ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിൽ മാതൃക വിസ്മയമാകുന്നു. അവിണിശ്ശേരി തിരുവാഞ്ചിറക്കുളം സ്വദേശി മണികണ്ഠൻ വെന്നിക്കലാണ് ക്ഷേത്രം ശ്രീകോവിലിനെ ഈർക്കിൽ കൊണ്ട് മാതൃക തീർത്തത്. താഴെ വട്ട ശ്രീകോവിലും മുകളിൽ ചതുര ശ്രീകോവിലുമാണ് പെരുവനം ക്ഷേത്രത്തിന്റെ സൗന്ദര്യം. ശ്രീകോവിലിൽ ഈർക്കിലുകൾ കൊണ്ട് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് വിശ്വകർമ്മ സ്വർണശില്പിയായ മണികണ്ഠൻ വെന്നിക്കൽ. 1 അടി വീതിയും 2 അടി ഉയരവുമുള്ളതാണ് ഈർക്കിലുകളാൽ നിർമ്മിച്ച പെരുവനം ശ്രീകോവിൽ മാതൃക. മൂപ്പെത്തിയ പഴുത്ത തെങ്ങോലയിൽ നിന്നാണ് ആവശ്യമായ ഈർക്കിലുകൾ ശേഖരിച്ചത്. സമചതുരവും നീളവുമുള്ള ഈർക്കിലുകൾ ശേഖരിച്ച് ആവശ്യമായ അളവിൽ വെട്ടിയെടുത്തു. ഇത്തരത്തിൽ 1000-ഓളം ഈർക്കിൽ നിർമ്മാണത്തിനാവശ്യമായി വന്നു. ശ്രീകോവിലിന്റെ മുകളിലും താഴെയും 2.5 ഇഞ്ച് ഉയരവും 2 ഇഞ്ച് വീതിയുമുള്ള വാതിലുകൾ. താഴെ വാതിലിനോട് ചേർന്ന് നിലവിളക്കും മണിയും. തുറക്കാൻ കഴിയുന്ന വാതിലടക്കം നിർമ്മാണത്തിനുപയോഗിച്ചത് ഈർക്കിലും പശയും മാത്രം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഗോൾഡ് അപ്രൈസറാണ് മണികണ്ഠൻ വെന്നിക്കൽ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ രാത്രി 4 മണിക്കൂർ നീളുന്നതാണ് ശില്പനിർമ്മാണം. ഈർക്കിലുകൾ പരത്തിയെടുത്ത് പശ ചേർത്തൊട്ടിച്ചാണ് ശില്പം നിർമ്മിച്ചത്. 6 മാസത്തെ സൂക്ഷ്മതയാർന്ന കരവിരുതിൽ ഈർക്കിൽ ശില്പത്തിന് ജീവൻ നൽകാൻ മണികണ്ഠനായി.
മുകളിൽ ചതുര ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്തെ 4 കോണുകളിൽ കൈവണങ്ങുന്ന ആൾരൂപവും തീർത്തത് ഈർക്കിലുകൾ കൊണ്ടാണ്. ഇതിനു മുൻപും മണികണ്ഠൻ വെന്നിക്കൽ ഈർക്കിൽ കൊണ്ട് ഏതാനും ശില്പങ്ങൾ തീർത്തിരുന്നു. തൃപ്രയാർ സെന്ററിലെ ക്ഷേത്രം കവാടം സ്ഥാപിക്കും മുൻപേ അതിന്റെ മാതൃക മണികണ്ഠൻ വെന്നിക്കൽ സൃഷ്ടിച്ചു. നൂൽ ചുറ്റുന്ന കുഴൽ പരത്തി പശ ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ പ്രവേശന കവാടവും കലാമണ്ഡലം കൂത്തമ്പലവും വിസ്മയ മാതൃക ശില്പങ്ങളിൽ പെടുന്നു. ഈർക്കിളിയും പശയും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ശില്പം. അതിൻ്റെ മാതൃക പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു സ്കെച്ചാണ്. അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. അത് ഒരു ഭാവനയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് താഴെ വട്ട ശ്രീകോവിലും മുകളിൽ ചതുര ശ്രീകോവിലും. ഉദ്ദേശം ഇത് 6 മാസം എടുത്തു നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട്. അതിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള സമയങ്ങളിലാണ് 3-4 മണിക്കൂറൊക്കെ ഇരിക്കും ഇത് ഫിനിഷ് ചെയ്യാൻ. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ പോർഷനുകളൊക്കെ അതിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനേക്കാളും മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൃപ്രയാർ ജംഗ്ഷനിൽ ഒരു പ്രവേശന കവാടമുണ്ട്. അത് നിർമ്മിക്കുന്നതിനേക്കാളും മുമ്പേ തന്നെ ഞാൻ അതിൻ്റെ സ്കെച്ചിൽ കിട്ടിയിട്ട് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തത് ഉണ്ടാക്കിയത് ഈർക്കിലി പശയും നൂലിൻ്റെ റൂളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഷിജയും മകളും ആർക്കിടെക്റ്റായ മകൻ അഭിജിത്തും സഹോദരി ഷിനിയുമടക്കം മണികണ്ഠന് സഹായികളായുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പെരുവനം ക്ഷേത്രം ശ്രീകോവിൽ മാതൃക മണികണ്ഠൻ തന്നെ നിർമ്മിച്ച ചില്ല് പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4ാമത്തെ ശില്പമാണെങ്കിലും ഒരു ശില്പവും വിൽക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നതാണ് മണികണ്ഠൻ വെന്നിക്കൽ എന്ന ഗോൾഡ് സ്മിത്തിനെ വേറിട്ട് നിർത്തുന്നത്. ജോലിക്കിടയിലെ ഇടവേളകൾ നൽകുന്ന ചിന്തയിൽ പുതിയ ആശയം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മണികണ്ഠൻ വെന്നിക്കൽ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് സംരക്ഷണ സമരം നടത്തി. KPCCയുടെ ആഹ്വാന പ്രകാരമാണ് സമരം സംഘടിപ്പിച്ചത്. ചേർപ്പ് തായംകുളങ്ങരയിൽ നടന്ന സമരം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നോക്കിയാൽ ഇന്ന് 1000 രൂപയാണ് സാധാരണഗതിയിൽ. അതിഥി തൊഴിലാളിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ജോലിക്ക് എടുക്കുന്ന ആളുകളാണെങ്കിലും 1000 രൂപയാണ്. ഇനി സ്കിൽ വർക്കേഴ്സ് ആണെങ്കിൽ 1200 മേലെ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളിൽ വന്നു ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേരളത്തിൽ കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് 369 രൂപയാണ് ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് പോയാൽ 341 ഇത് കർണാടകയിൽ ചെന്നാലും 350 രൂപയാണ്. ഇനി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ ചെന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 262 രൂപയാണ്. ഒരു മാറ്റവുമില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ തൊഴിൽ ദിനങ്ങൾക്കുള്ള ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് 291 രൂപയിൽ ഉണ്ടാകുന്ന പദ്ധതിയിൽ ഏകദേശം 100 ദിനങ്ങൾ തൊഴിലെടുത്താൽ ഒരു വർഷത്തിൽ അവർക്ക് 29,000 രൂപ അക്കൗണ്ടിൽ വന്നിരുന്ന ഒരു പദ്ധതി തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെയാണ് പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നിയത് എന്നുള്ളതാണ്. ഇവിടെ പൊതുപ്പ് മുമ്പിലും വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ അടുത്ത് ചില ഇടതുപക്ഷക്കാർ എല്ലാ കാലത്തും കാച്ചുന്ന ഒരു ഡയലോഗുണ്ട്. ഞങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയും. ഇവിടെ 1977 മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സർക്കാർ വന്ന സമയത്ത് അവിടുത്തെ ഒരു മന്ത്രി അവരുടെ ജില്ലയിൽ തുടങ്ങിയ പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് ഇടതുപക്ഷക്കാരനോട് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയും അന്ന് UPA ഗവൺമെന്റ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിന് ചെറിയ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്.
ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഒരു പേരാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ 25 തൊഴിൽ ദിനങ്ങൾ നല്ലത് തന്നെ. പക്ഷേ എല്ലാ സ്റ്റേറ്റുകളെയും, പ്രത്യേകിച്ച് കേരളത്തിന് ഇവിടെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. മറ്റത് പരിപൂർണമായും കേന്ദ്ര ഗവൺമെന്റാണ് തൊഴിലുറപ്പിന്റെ എല്ലാ കൂലിയും കൊടുത്തിരുന്നത്. ഇന്ന് 125 ദിനങ്ങളാക്കി മാറ്റുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ട പണത്തിന്റെ 40% സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീല ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ബ്ലോക്ക് അംഗങ്ങളായ അഡ്വക്കേറ്റ് ലീന ജോസ്, സിനി പ്രദീപ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, പഞ്ചായത്ത് അംഗങ്ങളായ M സുജിത് കുമാർ, ക്രിസ്റ്റീന, ബൈജു സെന്റ് ജോൺ, ലോഹിതാക്ഷൻ, ജയശ്രീ ഷാജൻ, ബീന ഉണ്ണികൃഷ്ണൻ, LVM ദേവസി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഭരതൻ, ആയിച്ചിൽ രാധാകൃഷ്ണൻ, അബൂബക്കർ, ഉണ്ണികൃഷ്ണൻ, വിനോദ്, ഷാജി, ആദം എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ത്രിദിന ക്യാമ്പ് നടന്നു. കയ്പമംഗലം SI ജോഷർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EV പ്രദീപ് ലാൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവീഷ്, ഡെപ്യൂട്ടി പ്രധാന അധ്യാപകൻ KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായികാധ്യാപകൻ TN സിജിൽ, CPOമാരായ VJ ശൈത്യ, VS നീതു എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. E.T. ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി T. പരമേശ്വരൻ, PTA പ്രസിഡന്റ് സുബി അനിൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് ഉമ്മു കുൽസു, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് ER ജോഷി, വൈസ് പ്രസിഡന്റ് ഭവ്യ ഗിരീഷ്, പെരിഞ്ഞനം പഞ്ചായത്ത് അംഗം ഷംല ഷെഫീഖ്, SMC ചെയർമാൻ സമീർ പാറയിൽ, NSS പ്രോഗ്രാം ഓഫീസർ KN ബിന്ദു എന്നിവർ സംസാരിച്ചു. കണ്ണ് മൂക്ക് പോലെ മനസ്സ് കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ രക്ഷയുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, നീ കാണായിരുന്നു അല്ല കണ്ണടിയൊക്കെ ഉണ്ടെങ്കിൽ മുമ്പിൽ നോക്കിയാൽ മതി. അതിന് ശബ്ദമൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ വിചാരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ദുഷ്ടം വന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിങ്ങനെ കാണാൻ പറ്റണം. അങ്ങനെ മനസ്സ് നന്നാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ. മനസ്സ് നന്നാവുക, ആ മനസ്സ് നന്നാവാനുള്ള ട്രെയിനിങ് ആണ് നമുക്കിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഇതിൽ പറയുന്നുണ്ട്, ഒന്ന് കരുതൽ കവചം എന്ന് പറയുന്നത് വിത്തും കൈക്കോട്ടും, ലഹരിക്കെതിരെ നാടും നരട്ടെ അല്ലെ. അതുപോലെ സ്നേഹാങ്കണം, മണ്ണും മനുഷ്യനും, ഗ്രാമസ്വരാജ്യം, കുറേ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള എങ്ങനെ ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളായി മാറാൻ കഴിയുന്നു പതുക്കെ പരിചയപ്പെടും. തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട് കാളി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 1 മുതൽ 4 വരെയാണ് തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ജ്യോതിഷഭൂഷണം മനീഷ് മോഹൻ, ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയും ക്ഷേത്രമോദിക്കനുമായ കക്കാട് ദേവദാസൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കളപ്പുരയിൽ മുകുന്ദൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 1 പുലർച്ചെ 5:30 മുതൽ മഹാഗണപതി ഹോമം, ശുദ്ധികലശം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ ശ്രീ കക്കാട് ദേവദാസൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. രാത്രി 7 ശ്രീ ദുർഗാ തൃത്തല്ലൂരും നാട്യവേദി പൊക്കാഞ്ചേരിയും അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. 2ാം ദിവസം രാത്രി 7 നക്ഷത്ര പെരിഞ്ഞരവും ചിലങ്ങ ഏങ്ങണ്ടിയൂരും വീരനാട്യം അവതരിപ്പിക്കും. ജനുവരി 3 ഉത്സവ ദിവസം രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പറനിറയ്ക്കൽ, ഉച്ചയ്ക്ക് 12 അന്നദാനം എന്നിവ നടക്കും. 1000-ലേറെ ഭക്തരാണ് അന്നദാനം ഒരുക്കുന്നത്. വൈകിട്ട് 4 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 3 ആനകൾ അണിനിരക്കും.
അടാട്ട് മുരളി നയിക്കുന്ന പഞ്ചവാദ്യവും മണി ചേറ്റുപുഴ നയിക്കുന്ന മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. വൈകിട്ട് 6:15 രഞ്ജിത്ത് ത്രതലൂർ നയിക്കുന്ന നാദസ്വരം അരങ്ങേറും. തുടർന്ന് വെങ്കിടങ്ങ് തിരുവരം അനുഷ്ഠാന കലാസമിതി മരം കൊട്ടിപ്പാട്ട് അവതരിപ്പിക്കും. രാത്രി 8:30 കൊള്ളന്നൂർ ആട്ടം കലാസമിതി ശിങ്കാരിമേളം അവതരിപ്പിക്കും. ജനുവരി 4 രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് വടക്കും വാതിൽക്കൽ കർമ്മം, കരിങ്കാളി, മൂക്കൻ, ചാത്തൻ വരവ് നടക്കും. തുടർന്ന് വലിയ ഗുരുതി, നൃത്തം എന്നിവയും നടക്കും. വൈകിട്ട് 3:30 നടക്കുന്ന കരിങ്കാളി സമർപ്പണ ചടങ്ങോടെ തിരുവാതിര മഹോത്സവത്തിന് സമാപനമാകും. ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 31 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ 9 വരെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ജനുവരി 1, 2, 3, 4 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നോടിയായി ഇന്ന് ഡിസംബർ 28 കൊടിയേറ്റം നടന്നു. അന്നേ ദിവസം 1-ാം തീയതി തന്ത്രി കക്കാട് ദേവദാസിൻ്റെ നേതൃത്വത്തിൽ ശുദ്ധീകരണ കർമ്മം നടത്തി. 2-ാം ദിവസം വൈകുന്നേരം 7 മണിക്ക് വീരനാട്യം 7-9 വരെ ഉണ്ടായിരിക്കുന്നതാണ്. വെങ്ങിണിശ്ശേരി സ്വദേശി മുണ്ടനാട്ടുപറമ്പിൽ വീട്ടിൽ ശങ്കരൻ മകൻ MS വിജയൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വൈദ്യശാസ്ത്ര പഠനത്തിനായി ചൊവ്വാഴ്ച വിട്ടുനൽകും. രാധയാണ് ഭാര്യ. ജൈനി, ജയന്ത്, ജീന എന്നിവർ മക്കളും. ഉണ്ണികൃഷ്ണൻ, സുജിത, പരേതനായ സന്ദേശ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,870 രൂപ, പവന് 1,02,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാതാളത്തോളം നാണക്കേടിലാഴ്ത്തിയ പാർലത്തെ അസാധു വോട്ട് വിവാദത്തിൽ നടപടിയുമായി കോൺഗ്രസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ 3-ാം വാർഡ് അംഗം ബിന്ദു ടീച്ചറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 141-ാം ജന്മദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈർക്കിലുകളാൽ ചേർത്തൊരുക്കിയ ചേർപ്പ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിൽ മാതൃക വിസ്മയമാകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.